നമ്മുടെ PK ലേണിംഗ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അറ്റോമിക് ഓർബിറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആക്ച്വലി ഇത് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം പറയുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ക്വാണ്ടം നമ്പേഴ്സ് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പം നമ്മുടെ സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചല്ലേ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിത് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. മറ്റതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാടായിരിക്കും വീണ്ടും നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഈ ക്വാണ്ടം നമ്പേഴ്സ് എന്ത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആക്ച്വലി ഈ ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ പഠിക്കുമ്പോഴാണ് പഠിക്കേണ്ടത്. അത് നമ്മൾ ലാസ്റ്റ് എത്തും. നമ്മൾ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ തിയറി പാർട്ടൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് എത്തുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇതുവരെ പഠിച്ചു വന്ന സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പലരും മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്കൽ ഈ പറയുന്ന പോയിന്റ്സ് ഞാൻ വീണ്ടും ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ പറയുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അറ്റോമിക് ഓർബിറ്റൽസ് ആർ പ്രിസൈസ്ലി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ വാട്ട് ആർ നോൺ ആസ് ക്വാണ്ടം നമ്പേഴ്സ്. അപ്പോൾ അറ്റോമിക്കൽ ഓർബിറ്റൽസ് എങ്ങനെയാണ് എന്ന് ഡിസൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 4 ക്വാണ്ടം നമ്പേഴ്സ് ആണുള്ളത്. ഈച്ച് ഓർബിറ്റൽ ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ 4 ക്വാണ്ടം നമ്പേഴ്സ് N, L, M ആൻഡ് S. ഏതാണ്? N ഉണ്ട്, L ഉണ്ട്, M ഉണ്ട്, S ഉണ്ട്. ഇതിൽ N എന്ന് പറയുന്നത് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നാണ് പറയുന്നത് കേട്ടോ. എന്താ പറയുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇനി L എന്ന് പറയുന്നത് എന്തിനെയാണ് നമ്മൾ പറയുന്നത്? അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെയാണ്. ഏതാണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. ഇനി അതേ സമയത്ത് M എന്ന് പറയുമ്പോൾ M എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? അത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. ഏതാണ്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. ഇനി S എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. ഏതാണ്? സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പ്രധാനമായിട്ടുള്ള ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ്. അതായത് ആദ്യത്തേതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്, രണ്ടാമത്തെയാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്, മൂന്നാമത്തെയാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്, നാലാമത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെ 4 ക്വാണ്ടം നമ്പേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. N, L, M, S എന്നീ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവയെ ഡിനോട്ട് ചെയ്യുന്നത് എന്ന് കൂടെ മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പോൾ N വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ സിംബോളൈസ് ചെയ്യുന്നു. The principal quantum number N is positive integral with the value of N is equal to 1, 2, 3, etc. അതായത് Nന്റെ വാല്യൂസ് എപ്പോഴും എന്തായിരിക്കും? 1, 2, 3, 4 അങ്ങനെ ആയിരിക്കും വരുന്നത്. അതായത് നമ്മുടെ മെയിൻ ഷെല്ലിനെയാണ് എന്ത് ചെയ്യുന്നത്, N വാല്യൂ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. അതായത് നമ്മുടെ K, L, M, N എന്ന് പറയുന്ന ഷെല്ലുകളെ ഉണ്ടല്ലോ, ആ ഷെൽ നമ്പറിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് K എന്ന് പറയുന്ന ഷെല്ലിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നതെന്നാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താ പറയുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിറ്റർമിൻസ് ദ സൈസ് ടു ദ ലാർജ് എക്സ്റ്റെൻറ്റ് ഓഫ് ദ എനർജി ഓഫ് ദ ഓർബിറ്റൽ. അതായത് ഇനി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ, ഒരു ആറ്റത്തിൻ്റെ സൈസ് എത്രത്തോളമാണ് വരുന്നത്, അതിൻ്റെ എനർജി ലെവൽസ് എത്രത്തോളമാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ K എന്ന് പറയുന്ന ഒരു ഷെല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ K എന്ന് പറയുന്ന ഷെല്ലേ ഉള്ളൂ, അത്രയും സൈസേ ഉള്ളൂ. ഇനി L എന്ന് പറയുന്ന ഷെല്ലുണ്ടെങ്കിൽ 2 ഷെല്ലുകൾ ഉണ്ടെന്നാണ്. അതായത് ആറ്റത്തിൻ്റെ സൈസ് കുറച്ചുകൂടെ കൂടുതലാണ്. ഇനി 3 ഷെല്ലുണ്ടെന്ന് പറഞ്ഞാലോ ആറ്റത്തിൻ്റെ സൈസ് കുറച്ചുകൂടെ വലുതായിരിക്കും അല്ലേ. അപ്പോൾ ഈ പറയുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ ഷെൽ നമ്പർ, അതായത് പ്രൈമറി ഷെൽസിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിനോട്ടഡ് by the simple N designated the primary electron shell or the energy level. അതായത് നമ്മൾ ഈ പറയുന്ന ഷെല്ലുകളെ തന്നെ നിങ്ങൾക്കറിയാം എനർജി ലെവൽസ് എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇറ്റ് ഡെസിഗ്നേറ്റ്സ് ദ പ്രൈമറി ഇലക്ട്രോൺ ഷെൽ ഓർ ദ എനർജി ലെവൽ ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിലുള്ള എന്താണ് പ്രൈമറി പ്രൈമറി ഇലക്ട്രോൺ ഷെൽ ഓർ എനർജി ലെവൽ ഓഫ് എ ആറ്റം. അതായത് നമ്മുടെ ഷെൽ നമ്പർ എത്രയാണെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈമറി എനർജി ലെവൽ എത്രയാണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ഇൻ്റഗ്രൽ. ഒരിക്കലും അതിന് നെഗറ്റീവ് വാല്യൂ വരത്തില്ല, 0
വരത്തില്ല. 1 2 3 അതായത് ഒരു ഷെല്ലെങ്കിലും എന്തായാലും ഒരു എലമെന്റിന് എന്ത് ചെയ്യും ഉണ്ടായിരിക്കും, അതായത് ഇലക്ട്രോൺ എന്തായാലും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഷെല്ലെങ്കിലും എന്ത് ചെയ്യും ഉണ്ടാവും. ഇപ്പം നമ്മൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റ് എടുക്കുകയാണെങ്കിൽ ആകെ കൂടെ ഒരേ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അത് എവിടെ വരുന്നുണ്ട്, കെ എന്ന് പറയുന്ന ഷെല്ലിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ കെ എന്ന് പറയുന്ന ഷെല്ല് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ എന്നിൻ്റെ വാല്യൂസ് എപ്പോഴും എന്തേ വരത്തുള്ളൂ, 1 2 3 4 എക്സെട്ര അങ്ങനെ വരത്തുള്ളൂ. ആൻഡ് പ്രൈമർലി ഡിറ്റെയിൽസ് ബോത്ത് ദ സൈസ് ആൻഡ് അറ്റോമിക് ഓർബിറ്റൽ, സൈസ് ഓഫ് ആൻ അറ്റോമിക് ഓർബിറ്റൽ ആൻഡ് ദ എനർജി ഓഫ് ദ ഇലക്ട്രോൺ. പ്രധാനമായിട്ടും പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ആറ്റത്തിൻ്റെ അറ്റോമിക് ഓർബിറ്റൽ അതിൻ്റെ സൈസ് എത്രയായിരിക്കും എന്നുള്ളതും എനർജി ഓഫ് ദ ഇലക്ട്രോണുമാണ് എന്ത് ചെയ്യുന്നത് പ്രത്യേകിച്ച് അവർ പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ അവർ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാൻ പറ്റുന്നത്. ദ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പേഴ്സ് ഓൾസോ ഐഡന്റിഫൈസ് ദ ഷെൽ, അതായത് ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് എന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. വിത്ത് ദ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് n the number of allowed orbital increases and are given by n square. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്നിൻ്റെ വാല്യൂസ് കൂടുകയാണെന്ന് വിചാരിക്കാം. എന്നിൻ്റെ വാല്യൂസ് കൂടുന്നു എന്നതിനർത്ഥം എന്താണ്, സൈസ് കൂടുന്നു, ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നു എന്നാണ്. അതിനർത്ഥം അതിൽ കാണപ്പെടുന്ന ഓർബിറ്റലുകളുടെ എണ്ണവും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഷെല്ലിനെ സംബന്ധിച്ച് ആ ഷെല്ലിന് എത്ര ഓർബിറ്റൽസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോർമുലയാണ് ഇതെന്ന് പറയുന്നത്, എൻ സ്ക്വയർ എന്ന് പറയുന്നത്. എന്താണ് എൻ സ്ക്വയർ എന്ന് പറയുന്നത്? അപ്പോൾ ശ്രദ്ധിക്കാം, ഇവിടെ എൻ സ്ക്വയർ എന്ന് നമ്മൾ പറയുമ്പോൾ എൻ സ്ക്വയർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ഒരു ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട് എന്നറിയാനുള്ള ഇതാണ്. അതായത് ഇപ്പം n ഈസ് ഈക്വൽ ടു 2 എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്ന് വിചാരിക്കുക. n ഈസ് ഈക്വൽ ടു 2 എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ n ഈസ് ഈക്വൽ ടു 2 ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള മൊത്തം ഓർബിറ്റൽസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 സ്ക്വയർ ആയിരിക്കും. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും എന്ന് മനസ്സിലാക്കി വയ്ക്കുക. 4 ആയിരിക്കും എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഓർബിറ്റൽസ്, അപ്പം 2 എന്ന് പറയുന്ന ഷെല്ല് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം 2 എന്ന് പറയുന്ന ഏത് ഷെല്ലാണ്, രണ്ടാമത്തെ ഷെല്ലാണ്. രണ്ടാമത്തെ ഷെല്ലിൽ വരുന്ന സബ് ഷെൽസ് നിങ്ങൾക്ക് അറിയാം ഏതാണ്, 2s 2p ആണ് വരുന്നത്. 2s 2p ആണ് വരുന്നത്. ഇതിൽ s നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഓർബിറ്റ്, ഇനി pക്ക് ആണെന്നുണ്ടെങ്കിൽ എത്ര ഓർബിറ്റ്സും വരും, 3 ഓർബിറ്റുകളാണ് വരുന്നത്. അങ്ങനെ L എന്ന് പറയുന്ന ഷെല്ലിൽ ടോട്ടലായിട്ട് 4 ഓർബിറ്റൽസ് ആണ് വരുന്നത്. അപ്പോൾ അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓർബിറ്റൽസ് എന്താണെന്നുള്ളത് നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. പക്ഷേ നിങ്ങളിപ്പോൾ ഈ ഒരു ഫോർമുല മനസ്സിലാക്കി വെച്ചിരിക്കണം. ഒരു ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്. ഒരു ഓർബിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇലക്ട്രോൺ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഒരു ഓർബിറ്റലിന് പരമാവധി 2 ഇലക്ട്രോൺസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തുള്ളൂ. എൽ എന്ന് പറയുന്ന ഷെല്ലിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എഴുതുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, കെ എന്ന് പറയുന്ന ഷെല്ലിൽ ഒരു സബ് ഷെല്ലുണ്ട്, അതാണ് 1s എന്ന് പറയുന്നത്. എൽ എന്ന് പറയുന്നതിൻ്റെ സബ് ഷെല്ലാണ് 2s 2p എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ കെ കഴിഞ്ഞ് എൽ കഴിഞ്ഞ് എം എന്ന് പറയുന്നതിൻ്റെ സബ് ഷെല്ലാണ് ഇതെന്ന് പറയുന്നത് 3s 3p, അതുപോലെ തന്നെ 3d എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ സബ് ഷെല്ലുകൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഓർബിറ്റൽസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പോൾ ഓർബിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല, പറഞ്ഞു തരാം. അപ്പോൾ ഓർബിറ്റൽസ് എന്ന് പറയുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാണ്, ആ ഓർബിറ്റൽസിനകത്താണ് എന്ത് ചെയ്യുന്നത്, ഇത് കാണുന്നത്. അപ്പോൾ ഈ പറയുന്നതിൽ കെ എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഓർബിറ്റ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 സ്ക്വയർ ആണ് അല്ലേ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഓർബിറ്റേ ഉള്ളൂ. അതായത് 1s എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഓർബിറ്റ് ആണ്. ഇതാണ് 1sൻ്റെ ഓർബിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ എൽ എന്ന് പറയുന്ന ഷെല്ലിനെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എൽ എന്ന് പറയുന്ന ഷെല്ലിൽ, അതായത് എൽ എന്ന് പറയുന്ന ഷെല്ല് നമ്മൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ്. 4 ആണ് വരുന്നത്. അതായത് 2s 2p ആണോ അതിൽ വരുന്നത്. അപ്പോൾ നമുക്കിത് പറയുന്നത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. അതായത് സാധാരണ എസ് എന്ന് പറയുന്ന ഓർബിറ്റൽ എത്ര ഇലക്ട്രോൺസ് ഫില്ലാകും, 2 ഇലക്ട്രോൺസ് ആണ് ഫില്ലാകുന്നത്. 2 ഇലക്ട്രോൺസ്. ഇനി ഈ 2pക്ക് എത്ര ഓർബിറ്റൽസ് ഉണ്ടെന്ന് പറഞ്ഞു, 3 ഓർബിറ്റൽസ് ആണുള്ളതെന്ന് പറഞ്ഞു. ഓരോന്നിലും പരമാവധി 2 ഇലക്ട്രോൺസ് വെച്ചാണ് ഫില്ലാകാൻ പറ്റുന്നത്. അപ്പം എന്താ 1 2 6 ഇലക്ട്രോൺസ് അതിൽ ഫില്ലായിട്ടുണ്ട് കേട്ടോ. 3 എണ്ണത്തിൽ ഓരോന്നിലും 2 എണ്ണം വെച്ച് 6 ഇലക്ട്രോൺസ് ഫില്ലായി. അപ്പം നിങ്ങൾ ഈ ഞാൻ എഴുതിയിരിക്കുന്നത് ശരിയാണോ എന്ന് നോക്കിക്കേ. അതായത് എൽ എന്ന് പറയുന്ന ഷെല്ലിന് 8
8 ഇലക്ട്രോൺസിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അത് സബ്ഷെല്ലുകളായിട്ട് മാറുന്നു. സബ്ഷെല്ലായിട്ട് മാറുമ്പോൾ 2s-ഉം 2p എന്ന് പറയുന്ന സബ്ഷെല്ലായിട്ടാണ് മാറുന്നത്. 2sനെ സംബന്ധിച്ച് s എന്ന് പറയുന്ന ഓർബിറ്റലിനെ സംബന്ധിച്ച് പരമാവധി 2 ഇലക്ട്രോൺസിന് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 2. pയെ സംബന്ധിച്ച് 6 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 2 + 6 8 ശരിയാണ്. അപ്പോൾ സബ്ഷെല്ലുകളായിട്ട് പോയപ്പോഴും ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇനി നമ്മൾ പറയുന്നത് s എന്ന് പറയുന്ന ഷെല്ലിനാണെങ്കിൽ ഒരു ഓർബിറ്റാണ് വരുന്നത്. p എന്ന് പറയുന്ന ഷെല്ലിലേക്ക് വരുന്ന സമയത്ത് pക്ക് 3 ഓർബിറ്റൽസ് ഉണ്ട്. കാരണം 6 ഇലക്ട്രോൺസ് ഉണ്ട്. 6 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ഒരു ഓർബിറ്റലിൽ എത്ര എണ്ണേ കൊള്ളത്തുള്ളൂ? 2 എണ്ണേ കൊള്ളത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഓർബിറ്റലിന് pക്ക് ഉണ്ടായിരിക്കാം? 3 ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും. 3 ഓർബിറ്റലിലായിട്ടായിരിക്കും 6 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? ഫില്ലാകുന്നത്. ഇനി നമുക്ക് m എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കിയാലോ. m എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? n² ആണ്, അതായത് 3² എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് m എന്ന് പറയുന്നതിൽ 3sന് ഒരേ ഒരു ഓർബിറ്റ് ആണ് വരുന്നത്. 3p എന്ന് പറയുമ്പോൾ pയിൽ 6 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. 6 ഇലക്ട്രോൺസ് എന്ത് ചെയ്യുവടെ? എന്ത് ചെയ്യും? 3 ഓർബിറ്റലിലായിട്ടാണ് ഫില്ലാകുന്നത്. ഒരു ഓർബിറ്റലിൽ 2 എണ്ണമല്ലേ പറ്റൂ. അപ്പം അവിടെ എത്ര ഓർബിറ്റ് വരും? 3 ഓർബിറ്റൽസ് വരും. ഇനി d എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 10 ഇലക്ട്രോൺസ് ആണ് ഡിയിൽ പരമാവധി ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. ഒരു ഓർബിറ്റലിൽ 2 എണ്ണേ പറ്റൂ. അപ്പം ഡിക്ക് എത്ര ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും? നോർമലി 5 ഓർബിറ്റൽസ്. കാരണം 5 × 2 ആണല്ലോ 10. അപ്പോൾ 5 ഓർബിറ്റൽസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇത് ശരിയാണോ എന്ന് നമുക്ക് നോക്കിയാലോ. 1 1 2 3 4 5 6 7 8 9 ഓർബിറ്റലാണ് എന്ത് ചെയ്യുന്നത്? 3 m എന്ന് പറയുന്ന ഷെല്ലിന് ടോട്ടലി എന്ത് ചെയ്യുന്നത്? വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. അങ്ങനെ ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ, എന്നിൻ്റെ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ അതിൽ, അതായത് ഇപ്പം 3ാമത്തെ ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. ആറ്റത്തിൽ മൊത്തത്തിലല്ല നമ്മൾ പറയുന്നത്. 3 എന്ന് പറയുന്ന ഷെല്ലിൽ ഇപ്പം L എന്ന് പറയുന്ന ഷെല്ലാണെങ്കിൽ L, M എന്ന് പറയുന്ന ഷെല്ലാണെങ്കിൽ M എന്ന് പറയുന്ന ഷെല്ല്, ഇനി K എന്ന് പറയുന്ന ഷെല്ലാണെങ്കിൽ K എന്ന് പറയുന്ന ഷെല്ല്, ആ രീതിയിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്നെന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കാം. സൈസ് ഓഫ് ആൻ ഓർബിറ്റൽ ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n. ഒരു ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്യുവോടെ? നമ്മുടെ എന്നിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച്, ഷെൽ നമ്പർ കൂടുന്നതനുസരിച്ച് കൂടും. എന്നിൻ്റെ വാല്യൂ കൂടുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഷെൽ നമ്പർ കൂടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം 1 ആണെന്നുണ്ടെങ്കിൽ K ആണ്, 2 ആണെന്നുണ്ടെങ്കിൽ L ആണ്, 3 ആണെങ്കിൽ M ആണ്. അതായത് ഷെല്ല് വലുതായി വരികയാണെന്നാണ് അതിനർത്ഥം. എന്താണ്? അതിൻ്റെ സൈസും കൂടി വരികയാണ് എന്നുള്ളതാണ്. ഇൻ അതർ വേർഡ്സ്, ദ ഇലക്ട്രോൺ വിൽ ബി ലൊക്കേറ്റഡ് അവേ ഫ്രം ദ ന്യൂക്ലിയസ് സിൻസ് ദ എനർജി ഈസ് റിക്വയർഡ് ഇൻ ഷിഫ്റ്റിംഗ് അവേ ദ നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺ ഫ്രം ദ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ്. ദ എനർജി ഓഫ് ദ ഓർബിറ്റൽ വിൽ ഇൻക്രീസ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് ദ n. അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നു എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരർത്ഥം കൂടെ വരുന്നുണ്ട്. n വാല്യൂ കൂടുന്നു എന്ന് പറയുമ്പോൾ ഇലക്ട്രോണുകൾ ഈ പറയുന്ന ആറ്റത്തിൽ നിന്നും ഫാർ അവേ ആണ്, അല്ലേ? കുറച്ചുകൂടെ അകന്നാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല എന്താണ്, ഈ n വാല്യൂ കൂടുന്നു എന്ന് പറയുമ്പം അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റലിലോട്ടുള്ള എനർജി ലെവൽസിൻ്റെ എണ്ണവും, അല്ലെങ്കിൽ എനർജി ലെവലും എന്ത് ചെയ്യാണ്? കൂടുകയാണ്. ഓർബിറ്റൽ, അല്ലേ? ദ എനർജി ഓഫ് ദ ഓർബിറ്റൽ വിൽ ഇൻക്രീസ് വിത്ത് ദ n. അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൂടുന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാണ്? എനർജി ലെവൽസും എന്ത് ചെയ്യാണ്? കൂടി വരികയാണ് ചെയ്യുന്നത്. എനർജിയും കൂടി വരികയാണ് ചെയ്യുന്നത് എന്നൊരർത്ഥം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ആദ്യത്തെ ക്വാണ്ടം നമ്പറാണ് ഇതെന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ആണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്ന ക്വാണ്ടം നമ്പേഴ്സിനെയാണ് നമ്മൾ അസിമുത്തൽ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ സാധാരണയായിട്ട് സ്മോൾ ലെറ്റർ L എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. ഈസ് ഓൾസോ നോൺ ആസ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം, അല്ലെങ്കിൽ സബ്സിഡറി ക്വാണ്ടം നമ്പർ എന്ന് അറിയാൻ പറ്റും. അതായത് 2 പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഒന്നിൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം എന്നോ അല്ലെങ്കിൽ സബ്സിഡറി ക്വാണ്ടം നമ്പർ എന്നോ ചോദിക്കുകയാണെങ്കിലും അത് അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ തന്നെയാണ് സബ്സിഡറി ക്വാണ്ടം നമ്പർ. അത് തന്നെയാണ് എന്തെന്ന് പറയുന്ന ഓർബിറ്റൽ ആംഗുലാർ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ചിലപ്പം അസിമുത്തൽ എന്ന് തന്നെ ചോദിക്കണം എന്നില്ല. അപ്പം നമ്മുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക്
ആയിരിക്കും. അസിമുത്തൽ കോണ്ടന്റ് നമ്പറിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, സബ്സിഡറി കോണ്ടന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏത് പേരിൽ വേണോ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കാം. അസിമുത്തൽ കോണ്ടന്റ് നമ്പർ ഡിഫൈൻസ് ദ 3-dimensional ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ. അപ്പോൾ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അസിമുത്തൽ കോണ്ടന്റ് നമ്പർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 3-dimensional ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ, ഓർബിറ്റൽസിന്റെ 3-dimensional ഷേപ്പിനെയാണ് എന്ത് ചെയ്യുന്നത്, അസിമുത്തൽ കോണ്ടന്റ് നമ്പേഴ്സ് എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്നിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ് എല്ലിന്റെ വാല്യൂ വരുന്നത്. അപ്പോൾ എല്ലിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, 0 മുതൽ n-1 വരെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. എന്താണ്, 0 മുതൽ n-1 വരെയാണ് എന്തെന്ന് പറയുന്നത് എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ എന്നിന്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ എല്ലിന്റെ വാല്യൂ എത്രയായിരിക്കും, 1 - 1 എത്രയായിരിക്കും, 0 ആയിരിക്കും. ഇനി അതേ സമയത്ത് എന്നിന്റെ വാല്യൂ 2 ആണെന്നുണ്ടെങ്കിൽ എല്ലിന്റെ വാല്യൂ എത്രയായിരിക്കും, 2 - 1 എത്രയായിരിക്കും, 1 ആയിരിക്കും. അങ്ങനെയുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെച്ചിരിക്കുക. That is for a given value possible are 0, 1, 2, 3 etc. അതായത് എല്ലിൻ്റെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത്, എല്ലിന് വരാൻ സാധ്യതയുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4 അങ്ങനെയാണ് വരുന്നത്. പിന്നെ നിങ്ങളിവിടെ എക്സാമിന് നമുക്ക് ഈ കോണ്ടന്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. അതിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതെന്ന് പറയുമ്പോൾ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഓർബിറ്റലിനെയും, 1 എന്ന് പറഞ്ഞാൽ പി ഓർബിറ്റലിനെയും, 2 എന്ന് പറഞ്ഞാൽ ഡി ഓർബിറ്റലിനെയും, 3 എന്ന് പറഞ്ഞാൽ എഫ് ഓർബിറ്റലിനെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലിന്റെ വാല്യൂ L is equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, എസ് ഓർബിറ്റൽ ആണ്, എസ് എന്ന് പറയുന്ന സബ്ഷെൽ ആണ്. L is equal to 1 എന്ന് പറയുകയാണെങ്കിൽ അത് പി ആണ്. L is equal to 2 എന്ന് പറഞ്ഞാൽ ഡി ആണ്. L is equal to 3 എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലിനെയാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സൈഡിൽ അത് എഴുതി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും. ടു ഫൈൻഡ് ദ കോണ്ടന്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇതിലെ ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് 2p എന്ന് പറയുന്ന ഒരു ഷെല്ല് തന്നിട്ടുണ്ട്. ഇതിൻ്റെ കോണ്ടന്റ് നമ്പർ, അതായത് എല്ലാ കോണ്ടന്റ് നമ്പേഴ്സും നമ്മൾ എത്തിയില്ല, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറും അസിമുത്തൽ കോണ്ടന്റ് നമ്പറും ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കോണ്ടന്റ് നമ്പേഴ്സ് നിങ്ങളടുത്ത് ആരെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾ സൈഡിൽ എഴുതി വെച്ചിരിക്കുക. 0 is equal to s, 1 is equal to p, 2 is equal to d, 3 is equal to f. ഇത് ആദ്യം എന്ത് ചെയ്യുക, സൈഡിൽ എഴുതി മാറ്റി വെച്ചിരിക്കുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് എന്ത് ചെയ്യുക, മാറ്റി വെച്ചിരിക്കുക. ഇനി അതിനുശേഷം നമ്മൾ 2pയിലേക്ക് വരുവാണ്. അപ്പോൾ 2p എന്ന് നമ്മളടുത്തൊന്ന് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് എൻ വാല്യൂ എത്രയാണ്, എൻ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക, ഷെൽ നമ്പർ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2ൻ്റെ കൂടെ ഇതല്ലേടാ ഷെൽ നമ്പർ എന്ന് പറയുന്നത്. 2p എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഷെല്ല് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻ വാല്യൂ 2p എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എൻ വാല്യൂ എത്രയായിരിക്കും, 2 ആയിരിക്കും. അതായത് അതിൻ്റെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 ആയിരിക്കും. ഇനി പി എന്ന് പറയുമ്പോൾ അതിൻ്റെ എൽ വാല്യൂ എത്രയായിരിക്കും, പിയുടെ എൽ വാല്യൂ എത്രയായിരിക്കും, 1 ആയിരിക്കും. കണ്ടോ അവിടെ പി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 1 ആയിരിക്കും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ് എൻ വാല്യൂ, എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 2 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, n-1. അതായത് എന്താണ് കണ്ടുപിടിക്കുന്നത്, n-1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, 2 - 1 അതായത് 1 എന്ന് കണ്ടുപിടിക്കാം. ഒന്നുകിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് സൈഡിൽ എഴുതി വെച്ചിട്ടും നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അടുത്ത് നമ്മൾ പറയുന്നതാണ് 2d എന്ന് പറയുന്ന ഓർബിറ്റൽ. അപ്പോൾ 2d എന്ന് പറയുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2d എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല, നമുക്ക് 3d മുതലേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മിസ്റ്റേക്കാണ്. ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മളിത് ആൻസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ n is equal to 2 എന്ന് വരും, d is equal to, അതായത് എൽ വാല്യൂ d is equal to 2 എന്ന് വരും. പക്ഷെ ഇങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല എന്നുള്ളതാണ്. കാരണം എന്നിനേക്കാൾ എപ്പോഴും എന്തായിരിക്കും, എല്ലിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, വരുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാണ് 4s എന്ന് പറയുന്നത്. എന്താണ് 4s എന്ന് പറയുന്ന ഒരു ഷെല്ല് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 4s എന്ന് പറയുന്ന ഷെല്ല് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ കോണ്ടന്റ് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ n is equal to എത്രയായിരിക്കും, 4. എന്നിൻ്റെ
വാല്യൂ എത്രയാണ് 4 എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ എല്ലിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ നമുക്ക് ഈ n-1 വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പകരം ഇവിടെ എസ് എന്ന് പറയുന്ന ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എസിൻ്റെ വാല്യൂ എത്രയാണ് 0 ആണ്. അപ്പോൾ L = എത്രയാണ് വരുന്നത് 0 ആണ്. ഇനി അതേ സമയത്ത് 4f ആണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. 4f ആണ് വന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും വാല്യൂ വരുന്നത്? n = എത്രയായിരിക്കും വരുന്നത് 4 ആയിരിക്കും വരുന്നത്. L = എത്രയാണ്? f എന്ന് പറയുമ്പോൾ എല്ലിൻ്റെ വാല്യൂ കണ്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് എത്രയാണ് 3 ആണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് കോണ്ടന്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ അത് മനസ്സിലായി പോവാം. ഇനി അടുത്ത കോണ്ടന്റ് നമ്പറിലേക്ക് നമ്മൾ വരികയാണ്. നെക്സ്റ്റ് വൺ ആണ് ഇതെന്ന് പറയുന്നത് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പേഴ്സിനെ നമ്മൾ സാധാരണയായിട്ട് M വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ നമ്മൾ M എഴുതിയിട്ട് സ്മോൾ ലെറ്റർ എല്ലാം അതിൻ്റെ താഴെയായിട്ട് കൊടുക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ML എന്നുള്ള രീതിയിൽ നമ്മൾ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പേഴ്സിനെ എന്ത് ചെയ്യാറുണ്ട്? ഡിനോട്ട് ചെയ്യാറുണ്ട്. ഈസ് എ ഫണ്ടമെന്റൽ വാല്യൂ ദാറ്റ് ഡിഫൈൻസ് ദ ഓറിയന്റേഷൻ ഓഫ് ദ അറ്റോമിക് ഓർബിറ്റൽ. ഇത് കണ്ടോടെ ഈ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പേഴ്സ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഡിനോട്ട്സ് അല്ലെങ്കിൽ ഇറ്റ് ഡിഫൈൻസ് ദ ഓറിയന്റേഷൻ ഓഫ് ആൻ അറ്റോമിക് ഓർബിറ്റൽ ഇൻ ദ 3-dimensional സ്പേസ്. 3-dimensional സ്പേസിൽ അതിൻ്റെ ഓറിയന്റേഷൻ എപ്രകാരമായിരിക്കും, അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ഓറിയന്റേഷൻ എപ്രകാരമായിരിക്കും എന്ന് കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ തേർഡ് 4 കോണ്ടന്റ് നമ്പേഴ്സ് യൂസ്ഡ് കംപ്ലീറ്റ്ലി ടു ഡിസ്ക്രൈബ് ദ യുണീക്ക് ക്വാണ്ടം സ്റ്റേറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ. അതായത് 4 കോണ്ടന്റ് നമ്പേഴ്സ് ഉള്ളതിൽ എന്താണ് മൂന്നാമത്തെ കോണ്ടന്റ് നമ്പർ ആണ് ഇതെന്ന് പറയുന്നത് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഈ പറയുന്ന മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ട കാര്യം എമ്മിൻ്റെ വാല്യൂ എന്താണ്? എമ്മിൻ്റെ വാല്യൂ എത്രയാണോ അത് എന്ന് പറയുന്നത് എല്ലിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്നിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതായത് അസിമുത്തൽ കോണ്ടന്റ് നമ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്ന ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെയാണ് നമ്മൾ പറയുന്നത് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അസിമുത്തൽ കോണ്ടന്റ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് സാധാരണ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് -L2 + L ആണ്. -1 എന്ന് വായിക്കരുത്. -L2 + L ആണ് എന്തോന്ന് പറയുന്നത് നമ്മൾ എമ്മിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ M ഡിറ്റർമിൻസ് ദ സ്പേഷ്യൽ ഓറിയന്റേഷൻ ഓഫ് ദ ഇലക്ട്രോൺസ് അറ്റോമിക് ഓർബിറ്റൽ. അതായത് 3-dimensional സ്പേസിൽ അതിൻ്റെ സ്പേഷ്യൽ ഓറിയന്റേഷൻ എപ്രകാരമായിരിക്കും എന്നാണ് കാണിക്കുന്നത്. ഇറ്റ്സ് വാല്യൂസ് റേഞ്ചസ് ഫ്രം -1 to +1 ഇൻക്ലൂഡിങ് 0. അതായത് ഈ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -L മുതൽ +L വരെയാണ്. അതിൽ 0യും ഇൻക്ലൂഡഡ് ആയിട്ട് വരും. ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ L. അതായത് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത് അസിമുത്തൽ കോണ്ടന്റ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ പറയുന്നു L = 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? L = 0 ആണെന്നുണ്ടെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എത്ര തന്നെയാണ്? 0 തന്നെയാണ്. എമ്മിൻ്റെ വാല്യൂ എത്ര തന്നെയാണ്? 0 തന്നെയാണ്. അത് നമ്മൾ ആക്ച്വലി എസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. എസ്സിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി L = 1 ആണെന്ന് വിചാരിക്കുക. L = 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം p ഓർബിറ്റലിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് നമ്മുടെ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? എല്ലിൻ്റെ വാല്യൂ 1 ആണെന്ന് പറയും. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? -L2 + L എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അതായത് എല്ലിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ -1 അതുപോലെ തന്നെ 0 + 1 ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് എമ്മിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത്. എമ്മിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് അതാണ് ഈ 3 ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. 3 ഓർബിറ്റൽസ് ഇല്ലേ? പിക്ക് 3 ഓർബിറ്റലില്ലേ? ആ 3 ഓർബിറ്റൽ എന്ന് പറയുന്നത് ഇതാണ് -1 0 + 1 എന്ന് പറയുന്ന 3 ഓർബിറ്റൽസ് ആണ് വരുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതായിരിക്കും എൻ്റെ വാല്യൂസ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് പിയെ സംബന്ധിച്ച്. ഇനി നമ്മൾ ഡിയിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. എല്ലിൻ്റെ വാല്യൂ എന്താണ്? 2 ആണെന്ന് വിചാരിക്കുക. എല്ലിൻ്റെ വാല്യൂ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എന്ന് പറയുന്ന ഓർബിറ്റലിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡി എന്ന് പറയുന്ന ഷെല്ലിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ മാഗ്നറ്റിക് നമ്പേഴ്സ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -2 മുതൽ +2 വരെ ആയിരിക്കും വരുന്നത്. അതായത് എത്രയായിരിക്കും വരുന്നത്? -2 -1 0 +1 +2 ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്ന വരുന്നത്. അതായത് 5 ഓർബിറ്റൽസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്. 5 ഓർബിറ്റൽസ് കേട്ടോ. 5 ഓർബിറ്റൽസ് ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത്.
ഇനി അതേ സമയത്ത് L ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുകയാണെങ്കിൽ L ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതായത് ഇനിയാണ് F എന്ന് പറയുന്ന ഷെല്ലിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മുടെ എമ്മിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? -3, -2, -1, 0 എന്നിട്ട് +1, +2, +3 ഇങ്ങനെയാണ് വരുന്നത്. അതായത് എത്ര എണ്ണം? 7 ഓർബിറ്റൽസ് വരും. എത്ര ഓർബിറ്റൽസ് വരും? 7 ഓർബിറ്റൽസ് ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. 7 ആണോ? 7 എണ്ണം തന്നെയല്ലോ വരച്ച 7 ഓർബിറ്റൽസ് ആയിരിക്കും വരുന്നത്. അതായത് നിങ്ങൾക്കറിയാം ഇപ്പം നമ്മൾ ഇവിടെ കണ്ടോടെ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഇവിടെ S എന്ന് പറയുമ്പോൾ ഇവിടെ 0 എന്ന് പറയുന്നതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓരോ ഓർബിറ്റൽ ഉണ്ടായിരിക്കും, ഓരോ ഓർബിറ്റൽ വരും. ആ ഓർബിറ്റൽ എന്ന് പറയുന്നത് 0 എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ L ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? P ആണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഉള്ള എമ്മിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 3 ഓർബിറ്റൽസ് ആയിരിക്കും അവിടെ പ്രസൻറ്റ് എന്ന് പറയുന്നത്. -1, 0, +1 എന്നുള്ളതായിരിക്കും അവയുടെ വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി L ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ D ഓർബിറ്റലിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ആ ഓർബിറ്റൽസ് എന്ന് പറയുന്നത് 5 ഓർബിറ്റൽസ് ആയിരിക്കും വരുന്നത്. -2, -1, 0, +1, +2 അങ്ങനെ ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ്. ഇനി L ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? -2, -3, -1, 0, +1, +2, +3 അങ്ങനെ 7 ഓർബിറ്റൽസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മൾ പറയാണ് ദ സ്പിൻ ക്വാണ്ടം നമ്പർ MS. സ്പിൻ ക്വാണ്ടം നമ്പറിനെ ഒന്നിലും നമ്മൾ S എന്ന് സൂചിപ്പിക്കാറുണ്ട്, ചില സമയത്ത് നമ്മൾ MS എന്നുള്ള രീതിയിലും എന്ത് ചെയ്യാറുണ്ട്? സ്പിൻ ക്വാണ്ടം നമ്പേഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. സ്പിൻ ക്വാണ്ടം നമ്പർ സാധാരണയായിട്ട് നമ്മുടെ ഈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഈ പറയുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യും? സ്പിൻ ചെയ്യും അല്ലേ? ഒന്നിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. 2 സ്പിൻ ഓപ്ഷനേ അവിടെ വരുന്നുള്ളൂ. ഒന്നിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഇവയുടെ സ്പിൻ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇവയ്ക്ക് നോർമലി 2 വാല്യൂസേ വരുന്നുള്ളൂ. ഒന്നിൽ +½ എന്ന് വരും, അല്ലാന്നുണ്ടെങ്കിൽ -½ എന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? സ്പിൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സ്പിൻ ക്വാണ്ടം നമ്പർ MS ഡിസ്ക്രൈബ്സ് ദ ഇൻട്രിൻസിക് ആംഗുലാർ മൊമെന്റം ഓഫ് ദ സബറ്റോമിക് പാർട്ടിക്കിൾ. അപ്പോൾ നമ്മുടെ സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഇൻട്രിൻസിക് ആംഗുലാർ മൊമെന്റം ഓഫ് ദ സബറ്റോമിക് പാർട്ടിക്കിൾ such as an electron. It indicates the spin orientation of the particle which can be thought as its orientation along the axis. ആക്സിസിൽ എപ്രകാരമാണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് വരുന്നതാണ്. ഒന്നിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും വരുന്നത് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. അതനുസരിച്ച് സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്ന 2 വാല്യൂസേ വരത്തുള്ളൂ. ഒന്നിൽ +½ ആയിരിക്കും അല്ലെങ്കിൽ -½ ആയിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇനി ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് ക്വാണ്ടം നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. അതിന് എക്സാമ്പിൾ ഞാൻ തന്നിരിക്കുന്നത് 2p5 എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്? എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത് ഏതാണ്? 2p5. 2p5 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. 2p5 എന്ന് പറയുമ്പോഴത്തേക്കും എന്നിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? ഇതാണ് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നതല്ലേ? 2 ആണ് എന്തെന്ന് പറയുന്നത്? എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി p എന്ന് പറയുമ്പോൾ എത്രയാണ്? ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതി വയ്ക്കണം. S ഈസ് ഈക്വൽ ടു 0 ആണ്, p ഈസ് ഈക്വൽ ടു 1 ആണ്, d ഈസ് ഈക്വൽ ടു 2 ആണ്. ഇത് കാണാതെ അറിയാമെങ്കിൽ നമുക്ക് എളുപ്പമാണ്, പക്ഷെ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പോകത്തില്ല അങ്ങനെ. അപ്പോൾ ഇവിടെ p എന്നല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എത്രയായിരിക്കും? പിയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? m ആണ് കണ്ടുപിടിക്കേണ്ടത്. m കണ്ടുപിടിക്കണം. അപ്പോൾ m കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 5 ഇലക്ട്രോൺസ് ആണുള്ളത്. അതെങ്ങനെ ഫില്ലാകുന്നു എന്ന് നോക്കാം. അപ്പോൾ m എന്ന് പറയുമ്പോൾ p അല്ലേ? p എന്ന് പറയുമ്പോൾ 3 ഓർബിറ്റൽസ് ആണ് വരുന്നത്. 3 ഓർബിറ്റൽസിൻ്റെ വാല്യൂ നമ്മൾ എഴുതുക. -1, 0, +1 ഇങ്ങനെ ആയിരിക്കും m എന്ന് പറയുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സിൽ നമ്മൾ വരുന്നത്. അതായത് L ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എമ്മിൻ്റെ പോസിബിൾ വാല്യൂസ് ആണ് നമ്മൾ എഴുതുന്നത്. അതിൽ ഏത് വാല്യൂ ആയിരിക്കും 2p5 വരുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഓർബിറ്റൽ വരയ്ക്കാം. ഓർബിറ്റൽ വരച്ചതിന് ശേഷം 5 ഇലക്ട്രോൺസിനെയും ആ ഓർബിറ്റൽസിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഒരു ഓർബിറ്റലിൽ പരമാവധി 2 ഇലക്ട്രോൺസ് മാത്രമേ ഫില്ല് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്തും എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം ഈ പറയുന്നത് എന്ത് ചെയ്യും? സിംഗിളി ഒക്കുപ്പൈ ചെയ്യും. ഓരോ ഓർബിറ്റലും ഓരോന്ന് വെച്ച് നിറയും. എന്നിട്ട് ബാക്കി ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പെയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ എമ്മിൽ ഒരു ഇലക്ട്രോൺ കയറി, ഇലക്ട്രോണിനാണ് കേട്ടോ നമ്മളിങ്ങനെ വരയ്ക്കുന്നത്. ഒരു ഇലക്ട്രോൺ കയറി. അപ്പോൾ നമ്മളതിൽ മൊത്തം 5 ഇലക്ട്രോൺ ഉണ്ട്. 3 എണ്ണം നിറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത ഇലക്ട്രോൺ വരയ്ക്കുമ്പോൾ നേരെ തിരിച്ചാണ് വരയ്ക്കേണ്ടത്. ഇങ്ങനെയാണ് കേട്ടോ വരയ്ക്കേണ്ടത്, ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ. അപ്പോൾ 5 ഇലക്ട്രോൺ ആയില്ലേ? അതായത് ഇവിടെ 2p5
5 എന്ന് പറയുമ്പോഴത്തേക്കും എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? ലാസ്റ്റത്തെ ഇലക്ട്രോൺ വന്ന് എവിടെയാണ് ഇറങ്ങിയത്? ഈ 0 എന്ന് പറയുന്നില്ല. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അതേ സമയത്ത് അതിൻ്റെ സ്പിന്ന് കണ്ടുപിടിക്കണം, എസ് കണ്ടുപിടിക്കണം. അതായത് നമ്മൾ ഇങ്ങനെയാണ് ഇലക്ട്രോൺ വന്ന് ഫില്ലാകുന്നതെങ്കിൽ ആദ്യം നമ്മൾ ഇതിലായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വന്ന് ഫില്ലാകുന്നതെങ്കിൽ എസിൻ്റെ വാല്യൂ എത്രയായിരിക്കും? +½ ആയിരിക്കും. അതേ സമയത്ത് ഇലക്ട്രോൺസ് ഇതാ ഇങ്ങനെ ഫില്ലാകുന്നതായിട്ടാണ് ലാസ്റ്റത്തെ ഇലക്ട്രോൺ വന്ന് ഫില്ലാവുന്നതാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? -½ ആയിരിക്കും എന്തെന്ന് പറയുന്നത് എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയാണ് ഫില്ലായത്. അതായത് എന്താണ്? -½ ആണ് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. അതായത് n = 2, l = 1, m = 0, s എന്താണ്? -2 എന്നുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആണോടെ? ഇനി അതേ സമയത്ത് നമുക്ക് സെക്കൻഡ് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, 3d7 എന്ന് പറയുന്ന ഒരിത്. അപ്പോൾ അതിൽ നമുക്ക് n വാല്യൂസ് l വാല്യൂസും കണ്ടുപിടിക്കാം. n-ൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 3 തന്നെയാണ്. അതായത് 3 എഴുതാം. ഇനി l ൻ്റെ വാല്യൂ എത്രയാണ് നോക്കാം. എന്താ? d ആണ് വന്നിരിക്കുന്നത്. 3d എന്നാണ്. അപ്പോൾ ഡിയുടെ വാല്യൂ എത്രയാണ്? 2 ആണ് അല്ലേ? l = 2 ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എമ്മിന് വരാൻ സാധ്യതയുള്ള പോസിബിൾ വാല്യൂസ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിൽ ഏത് വാല്യൂ ആണ് ഇവിടെ വന്നിരിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂസ് ഇത് d ആയതുകൊണ്ട് തന്നെ 5 ഓർബിറ്റൽസ് ആയിരിക്കും വരുന്നത് അല്ലേ? 5 ഓർബിറ്റൽസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നോർമലി വരുന്നത്. അപ്പോൾ എമ്മിൻ്റെ പോസിബിൾ വാല്യൂസ് എത്രയെന്ന് എഴുതുക. ഏതൊക്കെയായിരിക്കും പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത്? -2, -1, 0, +1, +2. ഇത് ഈ ഓർഡറിൽ തന്നെ എഴുതണം. ഓർഡർ തെറ്റി ചെയ്തിട്ട് കാര്യമില്ല. ഇതാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മറ്റു പല രീതിയിൽ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ എഴുതുക. എഴുതിയതിന് ശേഷം 3d7 എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 7 ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഓരോരോ ഇലക്ട്രോൺ വെച്ച് ഓരോരോ ഓർബിറ്റലായിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാതെ ഫില്ല് ചെയ്യാണ്. അപ്പോൾ എത്ര എണ്ണമായി? 5 ഇലക്ട്രോൺസ് ഫില്ലായി. 5 ഇലക്ട്രോൺസ് ഫില്ലായിട്ട് ബാക്കി ഇനി 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും പെയറിങ് തുടങ്ങുകയാണ്. ഇവിടെ എത്തിയപ്പോൾ എന്തായി? ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എന്തായിടാ? 7 ഇലക്ട്രോൺസ് ഫില്ലായി. അതായത് ഇവിടെ ലാസ്റ്റത്തെ ഇലക്ട്രോൺ വന്ന ഏത് ഓർബിറ്റലാണ് നിറഞ്ഞത്? -1 എന്ന് പറയുന്നതിലാണ് നിറഞ്ഞത്. അതായത് ഇവിടുത്തെ m വാല്യൂ എന്ന് പറയുന്നത് ഏതായിരിക്കും? -1 ആയിരിക്കും. ഇനി s വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? തിരിച്ചല്ലേടാ, ഇങ്ങനെയല്ലേടാ ഇലക്ട്രോൺ വന്ന് നിറഞ്ഞത്. അതായത് -½ ആയിരിക്കും എന്തെന്ന് പറയുന്നത്. അതിൻ്റെ എന്തെന്ന് പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആകുന്നുണ്ടോടെ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 4f നമുക്ക് നോക്കാം. 4f4 എന്ന് പറയുന്ന ഒരു ഇതെടുക്കാം. 4f4 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ എന്താണ് 4 കോണ്ടന്റ് നമ്പേഴ്സ് നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ n = എത്രയാണ്? 4 ആണ്. n = 4 ആണ്. l = എത്രയാണ്? അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? s = 0, p = 1, d = 2, f = 3 ഇങ്ങനെ സൈഡിൽ എഴുതി വെച്ചിരിക്കാം. അപ്പോൾ എഫിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 3 ആണ്. അതായത് എഫ് എന്നാണ് വന്നത്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയേണ്ട എമ്മിൻ്റെ വാല്യൂ ആണ് നമുക്കറിയേണ്ടത്. എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം എമ്മിൻ്റെ വാല്യൂ. അപ്പോൾ എമ്മിൻ്റെ പോസിബിൾ വാല്യൂസ് എടുക്കണം. l = 3 എന്ന് വന്നു കഴിഞ്ഞാൽ എമ്മിൻ്റെ പോസിബിൾ വാല്യൂസ് എത്രയാണ്? -3 മുതൽ +3 വരെ ആയിരിക്കും. അതായത് നമുക്ക് നോക്കാം. അതായത് 7 ഓർബിറ്റൽസ് ആയിരിക്കും വരുന്നത്. 7 ഓർബിറ്റൽസ് ആയിരിക്കും വരുന്നത്. 1, 2, 3, 4, 5, 6, 7 ഓർബിറ്റൽസ്. 7 ഓർബിറ്റൽസ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ വാല്യൂസ് നമുക്ക് എഴുതാം. -3, -2, -1, 0, +1, +2, +3 ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത്? വരുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇനി ഇതിൽ നമ്മുടെ കയ്യിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 4 ഇലക്ട്രോൺസ് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. 1, 2, 3, 4 ഇലക്ട്രോൺ ആണ് എന്ത് ചെയ്തത്? ഫില്ലായത്. അപ്പോൾ 4 ഇലക്ട്രോൺ ഫില്ലായപ്പോൾ 0-യിലാണ് വന്ന് ഫില്ലായിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടുത്തെ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഇനി സ്പിൻ ക്വാണ്ടം നമ്പർ എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഇലക്ട്രോൺ ഫില്ലായിരിക്കും. അതായത് +½ ആയിരിക്കും എന്തെന്ന് പറയുന്നത്
എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ പറയുന്ന മെത്തേഡിൽ നമുക്ക് ക്വാണ്ടം നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോടെ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി നമ്മൾ അടുത്തായിട്ട് പറയുന്നു എസ് ഓർബിറ്റൽസ്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയാണ് എസ് ഓർബിറ്റൽസ്. എസ് ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ L=0 എന്നാണ് വരുന്നത്. ഇനി അവയുടെ ഷേപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പെറിക്കലി സിമെട്രിക് ആണ്. എന്താണ്? സ്പെറിക്കലി സിമെട്രിക് ആയിട്ട് വരുന്നതാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ എന്തെന്ന് പറയുന്നത് എസ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ജസ്റ്റ് വൺ ഓർബിറ്റൽ ദാറ്റ് എക്സ്പാൻസ് ഇൻ ഡയമീറ്റർ as principal energy shell increases. It can hold a maximum 2 electrons. സിമെട്രിക്കൽ ആയിട്ടാണ് വരുന്നത്, സ്പെറിക്കൽ ഷേപ്പിലാണ് വരുന്നത്. ഈ ഷെല്ലിൻ്റെ എൻ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ എന്താണ് പ്രിൻസിപ്പൽ എനർജിയും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇനി ഇതിന് പ്രധാനമായിട്ട് മാക്സിമം 2 ഇലക്ട്രോൺസിന് മാത്രമേ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്ത പി ഓർബിറ്റൽസിൽ നമ്മൾ വരുന്ന സമയത്ത് പി ഓർബിറ്റൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം പിക്ക് 3 ഓർബിറ്റലാണുള്ളത്. നമ്മൾ നേരത്തെ വാല്യൂ വെച്ച് പഠിച്ചില്ലേ, വാല്യൂ വെച്ച് നമ്മൾ പഠിച്ചില്ലേ 3 ഓർബിറ്റലാണെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വാല്യൂ വെച്ച് പഠിച്ചത്. ഇനി അവയുടെ പേര് നോക്കുകയാണെങ്കിൽ PX, PY, PZ അങ്ങനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പിയുടെ എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഓർബിറ്റൽസിൻ്റെ പേര്. പി എന്ന് പറയുന്നതിന് 3 ഓർബിറ്റൽസ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ പേരാണ് PX, PY, PZ എന്ന പേരിലാണ് അത് വരുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി പി എന്ന് പറയുന്ന സബ്ഷെല്ലിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ പി എന്ന് പറയുന്ന ഓർബിറ്റലിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡംബൽ ഷേപ്പാണ് വരുന്നത്. ദെയർ ആർ 3 ഡിസ്റ്റിനിറ്റ് ഓറിയൻറ്റേഷൻ അലൈൻഡ് അലോങ് ദ സ്പേഷ്യൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് PX, PY ആൻഡ് PZ. ഇറ്റ് ക്യാൻ ഹോൾഡ് മാക്സിമം 6 ഇലക്ട്രോൺസ്. അതായത് ഇതിൽ 3ലും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം 6 ഇലക്ട്രോൺസിന് വരെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഓക്കുപ്പൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. 6 ഇലക്ട്രോൺ മാക്സിമം 6 ഇലക്ട്രോൺസിന് വരെ ഈ ഓരോ ഇതിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കുപ്പൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഡി ഓർബിറ്റൽസിലേക്ക് വരുന്ന സമയത്ത് ഡി ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ L=3 എന്നാണ്. ക്ലോവർ ലീഫ് ഷേപ്പ് അല്ലെങ്കിൽ ഡബിൾ ഡംബൽ ഷേപ്പ് എന്ന് പറയാനായിട്ട് സാധിക്കും. 2 ഡംബലുകൾ ചേർന്നിരിക്കുന്ന ഒരു ഷേപ്പാണ് എന്ത് ചെയ്യുന്നത് ഡി ഓർബിറ്റൽസിന് വരുന്നത്. ഡിക്ക് ആണെന്നുണ്ടെങ്കിൽ 5 ഓർബിറ്റൽസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. 5 സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ ആണ് വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വെയിറ്റ്, അതായത് DXY, DYZ, DXZ, അതുപോലെ തന്നെ നമ്മുടെ DX² മൈനസ് DY², അതുപോലെ തന്നെ DZ². അങ്ങനെ 5 ഇതാണ് എന്ത് ചെയ്യുന്നത്. ഈ 5 എണ്ണമാണ് എന്തെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ 5 ഓർബിറ്റൽസ് എന്ന് പറയത്തില്ലേ, 5 എണ്ണം നമ്മൾ വരയ്ക്കുകയാണെന്ന് വിചാരിക്കാം. ഈ 5 എണ്ണത്തിൻ്റെ പേര് നമ്മൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പഠിക്കാനായിട്ട് നമ്മൾ വാല്യൂസ് വെച്ച് എഴുതി. അല്ലാന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് DXY, DYZ, DXZ, അതുപോലെ തന്നെ DX² മൈനസ് DY², അതുപോലെ തന്നെ DZ². അങ്ങനെയാണ് 5 ഓർബിറ്റൽസ് എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ യുണീക്ക് ഡോണറ്റ് റിംഗ്ഡ് ഡംബൽ കാൾഡ് DZ². DZ²ൻ്റെ ഷേപ്പ് കുറച്ച് വ്യത്യാസമാണ്. ഒരു ഡോണറ്റ് റിംഗ്ഡ് ആയിട്ടുള്ള ഡംബൽ ഷേപ്പിലാണ് എന്ത് ചെയ്യുന്നത് DZ² വരുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇത് ഓൾ ടോട്ടലായിട്ട് ഡി എന്ന് പറയുന്നതിന് എത്ര 10 ഇലക്ട്രോൺസിനെ വരെ എന്ത് ചെയ്യാൻ പറ്റും, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. കാരണം 5 ഓർബിറ്റൽസ് ഇല്ലേ, അപ്പോൾ ഓരോന്നിലും 2 എണ്ണം വെച്ച് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും 10 ഇലക്ട്രോൺസിനെ വരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എഫ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം L=3 എന്നാണ് വരുന്നത്. ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. നമുക്കൊരു 2D ഇമേജ് ആയിട്ടൊന്നും വരച്ച് കാണിക്കാനൊന്നും പറ്റത്തില്ല. മൾട്ടി ലോബ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് വരുന്നത്. അതിന് 7 ഡിസ്റ്റിനിറ്റ് ഓറിയൻറ്റേഷൻസ് ആണ് വരുന്നത്. ദാറ്റ് ഹാൻഡിൽ ഇന്നർ ട്രാൻസിഷൻ ഷീൽഡിംഗ് പ്രൊഫൈൽസ്. ഇറ്റ് ക്യാൻ ഹോൾഡ് മാക്സിമം 14 ഇലക്ട്രോൺസ്. 7 സ്പേഷ്യൽ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻസ് ആണ് വരുന്നത്. അതായത് 7 ഓർബിറ്റൽസ് ആണുള്ളത്. അതിൽ 7 ഓർബിറ്റൽസിലും കൂടെ 14 ഇലക്ട്രോൺസിന് വരെ എഫിന് എന്ത് ചെയ്യാൻ പറ്റും, പരമാവധി ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കി വെക്കേണ്ടത് എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട കുറച്ച് തിയറീസ് അല്ലെങ്കിൽ അതുപോലെ വരുന്ന കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത്. ആഫ്ബാ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഫസ്റ്റ് വൺ ആണ് ഇതെന്ന് പറയുന്നത്, ആഫ്ബാ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആഫ്ബാ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ജർമ്മൻ വേർഡ്, ബിൽഡിംഗ് അപ്പ് എന്ന് പറയുന്ന ജർമ്മൻ വേർഡിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ഇനി ആഫ്ബാ പ്രിൻസിപ്പിൾ എന്ത് സ്റ്റേറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻ എ ഗ്രൗണ്ട് സ്റ്റേറ്റ്
of an atom, electrons fill lower energy atomic orbitals before occupying higher energy ones. അതായത് ആദ്യം ലോവർ എനർജിയിലുള്ള ഓർബിറ്റൽസ് നിറഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഹയർ എനർജി ഓർബിറ്റൽസ് നിറയത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എനർജിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ഫിൽ ആവുന്നത്. ആദ്യം ലോവർ എനർജി ലെവൽസ് ഫിൽ ആകും. അങ്ങനെ ലോവർ എനർജി ലെവൽസ് ഫിൽ ആയതിന് ശേഷം മാത്രമേ ഹയർ എനർജി ലെവൽസിലോട്ട് ഫിൽ ആവത്തുള്ളൂ. ദിസ് സ്റ്റെപ്പ് വൈസ് ഫില്ലിംഗ് ക്രിയേറ്റ് മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പോസിബിൾ. ഇങ്ങനെ ഇത്രയും സ്റ്റേബിൾ ആയിട്ട്, അതായത് ആദ്യം ലോവർ എനർജി ലെവൽസ് നിറഞ്ഞ് അതിനുശേഷം ഹയർ എനർജി ലെവൽസിലോട്ട് വരുന്നത് കൊണ്ട് തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഇതിനുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇത് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ച സമയത്ത് ഈ ഒരു പിക്ചർ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അവിടെ നമ്മൾ ഇലക്ട്രോൺസ് ഫിൽ ചെയ്ത് വന്നത് എങ്ങനെയാണ്, എനർജിയുടെ അടിസ്ഥാനത്തിലായിരിക്കും, ഓർമ്മയുണ്ടായിരിക്കും. ആദ്യം 1s നിറയും. 1s നിറഞ്ഞതിന് ശേഷം മാത്രമേ 2s നിറയത്തുള്ളൂ. 2s നിറഞ്ഞതിന് ശേഷം മാത്രമേ 2p നിറയത്തുള്ളൂ. ഇനി 2p നിറഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, 3s നിറയത്തുള്ളൂ. 3s നിറഞ്ഞതിന് ശേഷം മാത്രമേ 3p നിറയത്തുള്ളൂ. 3p നിറഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, 4s നിറയത്തുള്ളൂ. അവിടെ 3D ആണ് വരേണ്ടിയിരുന്നത്, പക്ഷേ 3D വന്നില്ല. എന്തുകൊണ്ടാണ്? എനർജിയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ 3p കഴിഞ്ഞ് അടുത്ത എനർജി വരുന്ന ആർക്കാണ്? 4sനാണ്. 3Dക്ക് കുറേ കൂടെ എനർജി ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 4s നിറഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, 3D എന്ത് ചെയ്യത്തുള്ളൂ, നിറയത്തുള്ളൂ. ഇനി 3D നിറഞ്ഞതിന് ശേഷമാണ് ഇത് വരുന്നത് 4p നിറയുന്നത്. 4p നിറഞ്ഞതിന് ശേഷമാണ് 5s നിറയുന്നത്. അതായത് എനർജിയുടെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ഫിൽ ആകുന്നത്. തോന്നുന്ന പോലെ അങ്ങ് കയറി ഇരിക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ 10 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് D എന്ന് പറയുന്ന സബ്ഷെല്ലിൽ കയറി ഇരിക്കുകയല്ല ചെയ്യുന്നത്. 3D എന്ന് പറയുന്ന സബ്ഷെല്ലിൽ കയറി ഇരിക്കുകയല്ല ചെയ്യുന്നത്. പകരം ആദ്യം ലോവർ ലെവൽസ് നിറഞ്ഞു വരും. അതായത് 1s നിറയും, 1s കഴിഞ്ഞിട്ട് 2s നിറയും, 2s കഴിഞ്ഞിട്ട് 2p6 നിറയും. അപ്പോൾ തന്നെ 10 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആകും. അങ്ങനെ നിറഞ്ഞിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, മുകളിലോട്ട് പോകത്തുള്ളൂ. അത് നമ്മൾ പറയത്തില്ലേ, ആദ്യം ഇരുന്നിട്ട് കാല് നീട്ടണം അല്ലേ. നിന്നുകൊണ്ട് കാല് നീട്ടി എന്ത് ചെയ്യും, ചന്തയും പിടിച്ച് നടുവും തള്ളി വീഴേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെയാണ് എന്താണ്, സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ് ഇവ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്ന ആദ്യത്തെ 20 മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എനർജിയുടെ അടിസ്ഥാനത്തിൽ വരുന്നത് ജസ്റ്റ് ഒരു പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ഇത് അറിയാം അല്ലേ. ഞാനിത് ഇങ്ങനെ നിങ്ങൾക്കൊരു ടേബിളോ കാര്യങ്ങളോ തന്നില്ലെങ്കിൽ പോലും ആക്ച്വലി നിങ്ങൾക്ക് അത് ബൈ ഹാർട്ടഡ് ആണ്, നിങ്ങൾക്ക് അറിയാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു എലമെൻറ്റിൻ്റെ അറ്റോമി നമ്പർ പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാനും കാര്യങ്ങൾക്കൊക്കെ അറിയാം. ഇനി നമ്മൾ പറയുന്നു പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അടുത്ത നമ്മൾ പറയുന്നതാണ് ഇതെന്ന് പറയുന്നത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു. എന്താണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് നോ ടു ഐഡന്റിക്കൽ ഫെർമിയോൺസ്. എന്താണ് നോ ടു ഐഡന്റിക്കൽ ഫെർമിയോൺസ്? ഫെർമിയോൺസ് എന്ന് പറയുമ്പോൾ അവിടെ അത് ഇലക്ട്രോൺസും ആവാം കേട്ടോ. പാർട്ടിക്കിൾസ് വിത്ത് ഹാഫ് ഇന്റഗ്രൽ സ്പിൻസ് സച്ച് ആസ് ഇലക്ട്രോൺ പോലുള്ളവ. അപ്പോൾ ഇലക്ട്രോൺ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ക്യാൻ ഓക്കുപ്പൈ ദ സെയിം ക്വാണ്ടം നമ്പർ സ്റ്റേറ്റ് സൈമൾട്ടേനിയസ്ലി. In an atom, this means no two electron can have the exact same set of 4 quantum numbers NLMS. അതായത് ഒരിക്കലും ഒരു ആറ്റത്തിലെ ഒരു ഇലക്ട്രോണിന് പോലും സെയിം സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. അതായത് എല്ലാ ഇലക്ട്രോൺസിനും എന്ത് ചെയ്യും, അവയുടെ ക്വാണ്ടം നമ്പറിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് 4 സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആണ് വരുന്നത്, N, L, M, S എന്ന് പറഞ്ഞിട്ട് 4. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും എന്തായിരിക്കും, വ്യത്യാസമായിട്ടായിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോൾ 1s എന്ന് പറയുന്ന ഓർബിറ്റലിനെ എടുക്കാം. 1s എന്ന് പറയുന്നത് 1s 1 ആണ് എന്ന് വിചാരിക്കാം. 1s 1 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ ആയിരിക്കും വരുന്നത് അല്ലേ. ഓർബിറ്റലിലാണെങ്കിൽ ഒരേ ഒരു 1s എന്ന് പറയുന്ന ഇതെടുക്കുന്നു, അതിൽ ഒരേ ഒരു ഇലക്ട്രോൺസ് ഫില്ലായിരിക്കുന്നു. ഇനി അതേ സമയത്ത് അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന 1s പറയുന്നതിൻ്റെ എന്താണ്, നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ N ഈസ് ഈക്വൽ ടു 1 ആണ്, L ഈസ് ഈക്വൽ ടു 0 ആണ്. ഇനി M ഈസ് ഈക്വൽ ടു എത്രയാണ്, M ഈസ് ഈക്വൽ ടു 0 ആണ്. ഇനി S എന്ന് പറയുന്നത് എത്രയാണ്, S എന്ന് പറയുന്നത് എത്രയാണ്, പ്ലസ് ഹാഫ് ആയിരിക്കും വരുന്നത്, പ്ലസ് ഹാഫ്. ഇനി 1s2 എന്നാണ് വരുന്നതെങ്കിൽ 1s2 എന്നാണ് നമ്മുടെ ഇതെന്ന് പറയുന്നതെങ്കിൽ, അതായത് ഈ നിങ്ങൾക്ക് അറിയാം കണ്ടോ, ഈ പറയുന്ന
പറയുന്ന 1s എന്ന് പറയുന്ന ഓർബിറ്റലിനകത്ത് തന്നെ ഇരിക്കുന്ന 2 ഇലക്ട്രോൺസ് അല്ലേ. അതിൽ ഈ 1s2 എന്ന് പറയുന്ന രണ്ടാമത്തെ ഇലക്ട്രോണിനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുന്നു n ഈസ് ഈക്വൽ ടു 1 ആണ്, l ഈസ് ഈക്വൽ ടു 0 ആണ്, m ഈസ് ഈക്വൽ ടു 0 ആണ്. ഈ മൂന്നെണ്ണം ഒരുപോലെ വന്നു. പക്ഷേ s എന്തോന്നായിരിക്കും? -12 ആയിരിക്കും വരുന്നത്. അതായത് ഒരിക്കലും 2 ഇലക്ട്രോൺസിന് എന്ത് ചെയ്യത്തില്ല, ഒരേ എന്ത് ചെയ്യത്തില്ല, ക്വാണ്ടം നമ്പേഴ്സ് വരത്തില്ല. അതായത് ഏതെങ്കിലും ഒന്നെങ്കിലും മാറ്റമായിരിക്കും വരുന്നത്. ഇപ്പോൾ ഒരു ഓർബിറ്റലിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ പോലും, അതായത് ഇപ്പോൾ 1s എന്ന് പറയുന്ന ഓർബിറ്റലിനകത്ത് ഇരിക്കുന്നതാണെങ്കിൽ പോലും അവയുടെ എന്താണ് സ്പിൻ ക്വാണ്ടം നമ്പറെങ്കിലും വ്യത്യാസമായിട്ട് വരും. അതായത് 4 സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സും ഒരു ഇലക്ട്രോണിന് പോലും കോമൺ ആയിട്ട് എന്ത് ചെയ്യത്തില്ല, വരത്തില്ല എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്ന പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ ന്യൂട്രൽ ഹീലിയം ആറ്റം ഹാസ് 2 ഇലക്ട്രോൺസ്. ഇപ്പം നമ്മുടെ ഹീലിയം എന്ന് പറയുന്ന ആറ്റത്തിനെ എടുക്കുകയാണെങ്കിൽ ഹീലിയത്തിന് 2 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 2 ഇലക്ട്രോൺസിലെയും ഇലക്ട്രോൺസ് ഓക്കുപ്പൈ ചെയ്യുന്നത് ലോവസ്റ്റ് എനർജി ആയിട്ടുള്ള 1s എന്ന് പറയുന്ന ഓർബിറ്റലാണ് വന്നിട്ടുള്ളത്. ബോത്ത് ഇലക്ട്രോൺസ് എക്സാക്ട് സെയിം പ്രിൻസിപ്പൽ നമ്പർ. ഈ പറയുന്ന ഇപ്പം ഈ ഒരു ഷെല്ലിലേടാ ഇതിൻ്റെ അകത്ത് 2 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 2 ഇലക്ട്രോൺസിൻ്റെ നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം മീൻസ് ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് എന്നിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. കണ്ടോ, സെയിം ആണ്. എല്ലിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും, എമ്മിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. പക്ഷേ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, എസിൻ്റെ വാല്യൂ സെയിം ആയിട്ട് വരത്തില്ല. ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനും ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, സെയിം വരത്തില്ല. അതായത് 4 സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സും ഒരിക്കലും ഒരു ഇലക്ട്രോണും എന്ത് ചെയ്യത്തില്ല, സെയിം വരത്തില്ല എന്നുള്ളതാണ്. ടു അവോയ്ഡ് വയലേറ്റിംഗ് പോളീസ് പ്രിൻസിപ്പൽ ദാറ്റ് ഇലക്ട്രോൺസ് മസ്റ്റ് ഹാവ് എ ഡിഫറെൻറ്റ് സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ്. സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് വ്യത്യസ്തമായിരിക്കും. +12 -12 ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം അതിൻ്റെ ജസ്റ്റ് ഒരു പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നതാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. എന്താണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി? നമുക്ക് നോക്കാം. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ ഗിവൻ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇലക്ട്രോൺസ് ഫിൽ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജി സിംഗിളി ഫസ്റ്റ്. ദീസ് സിംഗിളി ഓക്കുപ്പൈഡ് ഓർബിറ്റൽസ് ഹാവ് പാരലൽ സ്പിൻസ് ടു മാക്സിമൈസ് ദ ടോട്ടൽ സ്പിൻ. അവയ്ക്കെല്ലാം ഒരുപോലുള്ള പാരലൽ സ്പിൻ ആയിരിക്കും വരുന്നത്. പെയറിംഗ് ഓൺലി ബിഗിൻസ് ആഫ്റ്റർ ഓൾ ദ ഓർബിറ്റൽസ് ഓഫ് ദ സബ് ഷെൽ ഈസ് ഹാഫ് ഫിൽഡ്. അതായത് ഇപ്പോൾ 1s എന്ന് പറയുന്ന ഓർബിറ്റലിനെ സംബന്ധിച്ച് ആകെപ്പാടെ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഇലക്ട്രോൺ നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ ഇവിടെ തന്നെ നിറയും. ഇനി പക്ഷേ നമ്മൾ പി എന്ന് പറയുന്ന ഷെല്ലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പിക്ക് എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 3 ഓർബിറ്റൽസ് ആണുള്ളത്. അപ്പോൾ ഈ 3 ഓർബിറ്റൽസിലും എങ്ങനെയാണ് ഇലക്ട്രോൺ ഫിൽ ആവുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ പി എന്ന് പറയുന്നതിൽ ഇപ്പോൾ ഒരു 5 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. 5 ഇലക്ട്രോൺ. അപ്പോൾ 5 ഇലക്ട്രോണും കയറി ആദ്യമേ ഇങ്ങനെ അങ്ങ് നിറയത്തില്ല. ഇത് തെറ്റാണ്. ഇങ്ങനെ നമ്മൾ വരയ്ക്കാൻ പാടില്ല. നമ്മൾ വരച്ചു വരുമ്പോൾ ഇത് ശരിയായിട്ട് ടോട്ടൽ ഔട്ട്പുട്ട് കാണുമ്പോൾ ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇങ്ങനെയല്ല അത് നിറയുന്നത്. എങ്ങനെയായിരിക്കും അവിടെ നിറയുന്നത്? അതായത് നമ്മൾ എങ്ങനെ നിറയും? പി എന്ന് പറയുന്നതിന് 3 ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ ആദ്യം ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? പിയുടെ ഓരോ ഓർബിറ്റലും സിംഗിളി ഓക്കുപ്പൈ ചെയ്യും. ഓരോ ഇലക്ട്രോൺസ് വെച്ച് എന്ത് ചെയ്യും? ഓരോരോ ഓർബിറ്റലും ഫില്ലാകും. ഇനി ബാക്കി ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? അടുത്ത് ഇതിലോട്ട് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ 5 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? തിരിച്ചു പെയറിങ് നടക്കുന്നു. അങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ഫില്ലാവുന്നത്. ഇപ്പോൾ പി എന്ന് പറയുന്നത് 4 ആണെന്ന് വിചാരിക്കാം. നമ്മൾ സാധാരണ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? ഓരോ ഓർബിറ്റലിൽ 2 എണ്ണം കൊള്ളാം. അപ്പോൾ ഇതിൽ ആദ്യം 2 എണ്ണം ആക്കി, ഇതിൽ 2 എണ്ണം ആക്കി, പരിപാടി തീർന്നു. ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല, തെറ്റാണ്. പകരം എന്ത് ചെയ്യണം? പി എന്ന് പറയുന്ന ഓർബിറ്റൽ അതിന് 3 ഓർബിറ്റൽസ് ആണുള്ളത്. അതെങ്ങനെയാണ്? 3 അത് നമ്മൾ എന്ത് ചെയ്യണം? 4 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഓരോ ഇലക്ട്രോൺ വെച്ച് ഓരോ ഓർബിറ്റലും സിംഗിളി ഓക്കുപ്പൈ ചെയ്യണം. എന്നിട്ട് ബാക്കി ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമാണ് പെയറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? പെയറിങ് സ്റ്റാർട്ട് ചെയ്യും. കണ്ടോ, ഇപ്പം 4 ഇലക്ട്രോൺസ് ഫില്ലായത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോടെ? 4 ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഫില്ലായതെന്ന്? ഈ രീതിയിലെ പെയറിങ് നടക്കത്തുള്ളൂ. ഇങ്ങനെ ആയിരിക്കും ഇലക്ട്രോൺസ് ഓർബിറ്റൽസിനകത്ത് ഫില്ലാകുന്നത് എന്ന് പറയുന്നതിനെയാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അതിൻ്റെ ഒരു പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതനുസരിച്ചതാ 21 മുതൽ 30 വരെയുള്ള എന്താ പറയുക 30 വരെയുള്ള അറ്റോമിക് നമ്പർ 21 മുതൽ 30 വരെയുള്ള എലമെൻസിൻ്റെ ഇത്തരത്തിൽ ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്ന ഡി ഓർബിറ്റലാണ്. ഡി ഓർബിറ്റൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ലാകുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നു. അതായത് നമ്മൾ 21 മുതൽ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21 മുതലാണ് നമ്മൾ ഡി ഓർബിറ്റൽ എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ നമ്മൾ പിയുടെ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഡി ഓർബിറ്റൽ
വെച്ച് നോക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകാം. കണ്ടോ, എല്ലാം ആദ്യം സിംഗിളി ഓക്കുപ്പൈ ആവും. സിംഗിളി ഓക്കുപ്പൈ ആയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പെയറിങ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പിക്ചറൈസേഷൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാം. സ്കാൻഡിയം, ടൈറ്റാനിയം, വനൈഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്, അങ്ങനെ 10ഓളം എലമെന്റ്സിന്റെ ആണ് എന്ത് ചെയ്യുന്നിരിക്കുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹൺസ് റൂൾ അനുസരിച്ച് ഫില്ലാകുന്നത് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നതാണ് ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ആർ എക്സ്ട്രാ സ്റ്റേബിൾ ഡ്യൂ ടു സിമെട്രിക്കൽ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാക്സിമം എക്സ്ചേഞ്ച് ഓഫ് എനർജി. അപ്പോൾ എന്താ പറയുന്നത്, ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ആർ എക്സ്ട്രാ സ്റ്റേബിൾ. അതായത് ഒന്ന് ഫുള്ളി ഇലക്ട്രോൺസ് ഫില്ലായ ഓർബിറ്റൽസ് എന്താണ്, സ്റ്റേബിൾ ആണ്. അതേപോലെ തന്നെയാണ് ഹാഫ് സ്റ്റേബിൾഡ് ആയിട്ടുള്ള ഓർബിറ്റൽസും എന്താണ്, സ്റ്റേബിൾ ആണ്. ഡ്യൂ ടു ദെയർ സിമെട്രിക്കൽ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ, സിമെട്രിക്കൽ ആയിട്ടുള്ള ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഒന്നിൽ ഒരു ഓർബിറ്റൽ ഫുള്ളി ഫിൽ ആയാൽ അത് സ്റ്റേബിൾ ആണ്, ഹാഫ് ഫിൽഡ് ആയാലും എന്താണ്, സ്റ്റേബിൾ ആണ്. ഫുള്ളി ഫിൽഡ് ആയതിൻ്റെ അത്ര സ്റ്റേബിൾ അല്ലെങ്കിൽ പോലും മറ്റുള്ളവയെ അപേക്ഷിച്ച് എന്താണ്, അത് സ്റ്റേബിൾ ആണ്. ഓക്കെ, ദിസ് സിമെട്രി മിനിമൈസ് ദ ഇലക്ട്രോൺ റിപ്പൾഷൻ. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിമെട്രിക്കൽ അറേഞ്ച്മെന്റ് എന്ത് ചെയ്യും, ഇറ്റ് മിനിമൈസ് ദ ഇലക്ട്രോൺ റിപ്പൾഷൻ കുറയ്ക്കുകയും വൈൽ മാക്സിമൈസ് ദ പാരലൽ സ്പിൻ എക്സ്ചേഞ്ച് റിലീസ് ഹയർ എനർജി സ്റ്റെബിലൈസിങ് ദ ഓവറോൾ ആറ്റം. അതായത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, ഇത്തരത്തിലുള്ള എന്താണ് ഇലക്ട്രോൺ റിപ്പൾഷൻ കുറച്ചിട്ട് മാക്സിമൈസ് ചെയ്യും അല്ലേ, പാരലൽ സ്പിൻ മാക്സിമൈസ് ചെയ്തിട്ട് ഹയർ എനർജി റിലീസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ആറ്റത്തിനെ സ്റ്റേബിൾ ആക്കുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതാണ് നമ്മുടെ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ സമയപരിമിതി കാരണം നമ്മൾ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് നമ്മൾ നേരത്തെ ഓർബിറ്റൽസിൻ്റെയൊക്കെ ഷേപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഒരു പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. എസ് എന്ന് പറയുമ്പോൾ കണ്ടോടെ നമ്മുടെ സ്പെറിക്കൽ ഷേപ്പാണെന്ന് പറഞ്ഞില്ലേ, സ്പെറിക്കൽ ഷേപ്പാണ്, സിമെട്രിക്കൽ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി പി എന്ന് പറയുന്നതിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഡംബൽ ഷേപ്പാണ് വരുന്നത്. പിക്ക് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഡംബൽ ഷേപ്പാണ് വരുന്നത്. അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പിക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഓറിയൻറ്റേഷൻ പി എക്സ് ഉണ്ട്, പി വൈ ഉണ്ട്, പി ഇസഡ് ഉണ്ട്, പി എക്സ്, പി വൈ, പി വൈ. അപ്പോൾ എങ്ങനെയാണ് പി എക്സ്, പി വൈ, പി ഇസഡ് വരുന്നതെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സിംപ്ലി ആണ്. പി എക്സ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പി എക്സ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഡമ്പൽ വരച്ചു കൊടുക്കുക. പി വൈ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ വൈ ആക്സിസിലൂടെ ഡമ്പൽ വരച്ചു കൊടുക്കുക. പി ഇസഡ് ആണ് നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇസഡ് ആക്സിസിലൂടെ എന്ത് ചെയ്യുക, ഡമ്പൽ വരച്ചു കൊടുക്കുക. സംഭവം കഴിഞ്ഞു, ഈസിയാണ്. പി എക്സ്, പി വൈ, പി ഇസഡ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഏത് എക്സ് ആക്സിസ് വൈ ആക്സിസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ളത് തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ എടുക്കുന്നത് നിങ്ങൾ നോക്കണ്ട. അപ്പം നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം ഞാനിവിടെ ഇതിനെ ഇസഡ് ആക്സിസ് ആയിട്ട്, ഇത് എക്സ് ആക്സിസ് ആയിട്ട്, ഇതിനെ വൈ ആക്സിസ് ആയിട്ട് എടുത്തു. എനിക്ക് പി എക്സ് ആണ് വരയ്ക്കേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എക്സ് ആക്സിസിൽ ഞാൻ എന്ത് ചെയ്യണം, ഡമ്പൽ വരച്ചു കൊടുക്കണം. എക്സ് ആക്സിസിൽ ഞാൻ ഡമ്പൽ വരച്ചു കൊടുത്താൽ അതെന്തായി, പി എക്സ് ആയി. അതാണ് സിമ്പിൾ പരിപാടിയാണ്. ഇനി നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ എന്തിൻ്റെയാണ്, നമ്മുടെ ഡി ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഡി എക്സ് വൈ ഉണ്ട്, ഡി എക്സ് ഇസഡ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്കറിയാം ഡി വൈ ഇസഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് പിന്നെ ലാസ്റ്റ് വൺ ആണ് ഡി ഇസഡ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. അപ്പോൾ ഇതിൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു ക്ലോവർ ലീഫ് സ്ട്രക്ചറിലാണ് വരുന്നത്. കണ്ടോ, നമ്മൾ ഈ ഇപ്പം ഡി എക്സ് വൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഡി എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇതിലൊരു സ്ട്രക്ചറൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡി ഇസഡ് സ്ക്വയർ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡോണറ്റിൻ്റെ അകത്ത് ഡമ്പലൊക്കെ വരുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഡി ഇസഡ് സ്ക്വയറിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർബിറ്റൽസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരികയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് എൻ എൽ എം ഈസ് നോട്ട് പെർമിസിബിൾ ഫോർ ദ an electron in an atom. ഇപ്പോൾ ക്വാണ്ടം നമ്പേഴ്സിൻ്റെ എൻ വാല്യൂ, എൽ വാല്യൂ, എം വാല്യൂ, എസ് വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ
നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇതിൽ പോസിബിൾ അല്ലാത്ത വാല്യൂ ഏതാണെന്ന് നമുക്ക് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോന്നായിട്ട് നോക്കുക കേട്ടോ. അതായത് ഇപ്പം n വാല്യൂ എന്ന് പറയുന്നത് 3 വരാം, വിഷയവുമില്ല. അടുത്ത l വാല്യൂ എന്ന് പറയുന്നത് 2 വരാം, തെറ്റൊന്നുമില്ല. l വാല്യൂ 2 വരാണെങ്കിൽ എമ്മിന് ഏതൊക്കെ വാല്യൂസ് വരാൻ സാധ്യതയുണ്ട്? -2 വരാം, +1 വരാം, 0 വരാം, നേരെ തിരിച്ചാണ്, -2 വരാം, -1 വരാം, 0 വരാം, +1 വരാം, +2 വരാം, ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ വരാം. ഇവിടെ -2 വന്നു, നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. എസിന് +½ വരാം, -½ വരാം, തെറ്റു പറയാൻ പറ്റൂല അല്ലേ? അപ്പോൾ ഇത് ശരിയാണ്. ഇനി സെക്കൻഡ് വണ്ണിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് n = 4, എന്നിന് 4 വന്നൂടെ വരാം. ഇനി എല്ലിന് 3 വന്നൂടെ വരാം, 3D അല്ലേ? എന്താണ് ഇപ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ 3 എന്ന് പറയുമ്പോഴത്തേക്കും d എന്ന് പറയുന്ന ഓർബിറ്റലിനെയാണ് കാണിക്കുന്നത്, 4D എന്ന് പറയുന്ന ഓർബിറ്റലിനെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് l = 3 വന്ന എമ്മിൻ്റെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്ന -3 ആവാം, -2 ആവാം, -1 ആവാം, 0 ആവാം, +1 ആവാം, +2 ആവാം, +3 ആവാം. ഇവിടെ ഏത് വന്നിട്ടുണ്ട്? 0 വന്നിട്ടുണ്ട്, വരാം, തെറ്റില്ല. s എന്ന് പറയുന്നത് -1/2 +1/2 ആവാം. അപ്പോൾ ഇത് പോസിബിൾ വാല്യൂ ആണ്. c എന്ന് പറയുന്നത് നോക്കുമ്പോൾ n = 2 എന്നാണ് പറയുന്നത്. l = 2 എന്ന് പറയുന്നു. ഒരിക്കലും എന്നിൻ്റെ എല്ലിൻ്റെ വാല്യൂസ് ഈക്വൽ ആയിട്ട് വരത്തില്ല. അതായത് എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? n-1 ആയിരിക്കും എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ സാധ്യതയില്ല, n = 2 വന്നിട്ട് l = ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, 2 വരത്തില്ല. അതായത് പോസിബിൾ അല്ലാതിരിക്കാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ സി ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ലാസ്റ്റ് വന്ന് നമ്മൾ ചെക്ക് ചെയ്താലും ഈ ഒരു വാല്യൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സി എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഓഫ് എ ന്യൂട്രൽ എലമെന്റ് ഹാസ് ദ ക്വാണ്ടം നമ്പേഴ്സ്. അതായത് നമ്മൾ ഒരു എലമെന്റിന്റെ ക്വാണ്ടം നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് അതിന്റെ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ n വാല്യൂ എന്ന് ചോദിക്കുന്നത് നമ്മൾ 4 എന്നാണ് പറയുന്നത്. അപ്പോൾ 4 ഓക്കെ, 4th ഷെല്ലാണ്. ഇനി l വാല്യൂ എന്ന് പറയുന്നത് 2 എന്നാണ് പറയുന്നത്. l വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, s = 0, l = L values P is equal to 1, D is equal to 2, F is equal to 3. അപ്പോൾ L is equal to 2 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ്, D ആണ് അല്ലേ? ഏതാണ്? D ആണ്. D എന്ന് പറയുന്ന ഓർബിറ്റലിനെയാണ് നമ്മളിവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് 4D എന്ന് പറയുന്ന ഓർബിറ്റലിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി എമ്മിൻ്റെ വാല്യൂ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? എമ്മിൻ്റെ വാല്യൂ 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലിൻ്റെ വാല്യൂ 2 വരെ ആണെന്നുണ്ടെങ്കിൽ എമ്മിൻ്റെ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ്? എമ്മിൻ്റെ പോസിബിൾ വാല്യൂസ് ഒന്ന് പറഞ്ഞേടാ. എമ്മിൻ്റെ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ്? -2 വരാം, -1 വരാം, 0 വരാം, +1 വരാം, അതേ സമയത്ത് ഏത് വരാം? +2 വരാം. ഇങ്ങനെയാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് എസിൻ്റെ വാല്യൂ. എസിൻ്റെ വാല്യൂ -½ ആണോ +½ ആണോ നോക്കുക. എന്താ കൊടുത്തിരിക്കുന്നത്? -½ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ 0 എന്ന് പറയുന്ന ഓർബിറ്റൽ പെയർ ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് നോക്കാം. ഇലക്ട്രോൺസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അതായത് നമ്മൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? ഇതാ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഇവിടെയാണ്, അതായത് ഇവിടെ 8 ഇത്, അതായത് 4D8 എന്ന് പറയുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 4D8. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. 1s2 2s2 3s2 അങ്ങനെ എഴുതി നോക്കുക. അങ്ങനെ 4D8 വെച്ചിട്ട് എന്ത് ചെയ്യുക? അറ്റോമിക് നമ്പർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം, അല്ലെങ്കിൽ 4D8 എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ നമ്മൾ 1s2 2s2 ആ ലാസ്റ്റുള്ള ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ച് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ഇരുന്ന് കണ്ടുപിടിച്ച് നോക്കുക. അറ്റോമിക് നമ്പർ എത്രയാണ്? 46 ആയിരിക്കും ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ആ ഇലക്ട്രോൺ വന്നെന്ന് അറിയുന്നത് 4D8-ലാണെന്ന് നമുക്ക് മനസ്സിലായല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് അറ്റോമിക് നമ്പർ 46 ആണെന്ന് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നു. വാട്ട് ഡസ് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n പ്രൈമർലി ഡിസ്ക്രൈബ് അബൌട്ട് ദ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം? അതായത് n എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മുടെ ആറ്റത്തിന്റെ എന്ത് കാര്യത്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ ആണോ? സ്പിൻ ആംഗുലാർ മൊമെന്റം ഓഫ് ദ ഇലക്ട്രോൺ ആണോ? ദ മെയിൻ എനർജി ലെവൽ ആൻഡ് സൈസ് ഓഫ് ദ ഓർബിറ്റൽ ആണോ? ദ സ്പേഷ്യൽ ഓറിയന്റേഷൻ ഓഫ് ദ ഓർബിറ്റൽ ആണോ? നിസ്സംശയം നമുക്ക് പറയാം ഓപ്ഷൻ സി ആണ്. ദ മെയിൻ എനർജി ലെവൽ ആൻഡ് സൈസ് ഓഫ് എൻ ഓർബിറ്റൽ, അതാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാകുന്നുണ്ടോടെ?
മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം പഠിക്കുന്ന സമയത്താണ് ആക്ച്വലി നമ്മൾ ഈ ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നേരത്തെ പഠിച്ചു എന്ന് ചോദിച്ചെങ്കിൽ ഇപ്പം നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ച ഒരു ആവേശത്തിൽ നിൽക്കുവാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. മറ്റത് ഇപ്പം ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ ക്ലാസ്സസിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ മേ ബി മറന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇതാണ് നമ്മുടെ 4 സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്വാണ്ടം നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഇതൊരു മാത്തമെറ്റിക്കൽ പ്രോബ്ലം പോലെയാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു, നമ്മളിത് കാണാതെ പഠിക്കുകയല്ല ചെയ്യുന്നത് അല്ലേ, മാത്സ് ആണ്, നമ്മൾ ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം പ്രോബ്ലംസ് റിപ്പീറ്റഡ്ലി വർക്ക് ചെയ്യുന്നു അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണും വരെ ടാറ്റാ ബൈ ബൈ, താങ്ക് യു.